2025 ജനുവരി മാസം 2-ാം തീയതി പത്തനംതിട്ട ജില്ലാ ബാർ അസോസിയേഷനിൽ നിന്നും വനിതാ അഭിഭാഷകർ ഉൾപ്പെടെ ഞങ്ങൾ ഒരു സംഘം അഭിഭാഷകർ തിരുവനന്തപുരം പൊന്മുടിയിൽ ഒരു വിനോദസഞ്ചാരത്തിന് പോയി. അതിൻ്റെ വീഡിയോ ആണിത്. വളരെ രസകരമായിരുന്നു. 3 വണ്ടിയിലായിട്ടാണ് പോയത്. എല്ലാവരും കൂടെ 90 പേര് ഓളം അംഗങ്ങളുണ്ടായിരുന്നു. ഒരു ഏകദിന വിനോദസഞ്ചാര ടൂർ. എല്ലാവരും നന്നായി ആസ്വദിച്ചു. എല്ലാ തലമുറയിലും പെട്ടവർ ഉണ്ടായിരുന്നു. പാട്ടുപാടി ഡാൻസ് ചെയ്ത് ആഘോഷമാക്കി. വളരെ സന്തോഷം തോന്നി. നല്ലൊരു ഓർമ്മയായിരുന്നു ഈ ടൂർ. ഇതിൻ്റെ വിശദമായ വീഡിയോ ആണ് കാണുന്നത്. ഈ ടൂറിന് പോയവർക്ക് കൃത്യമായി ഈ വീഡിയോ ആസ്വദിക്കാൻ പറ്റും. തന്നെയുമല്ല, പൊന്മുടി കാണാത്തവർക്ക് പൊന്മുടി എന്താണെന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. കാരണം ഇത് ഹ്രസ്വമായ ഒരു വീഡിയോ അല്ല. നമ്മൾ ആ സ്ഥലത്ത് പോകുന്ന അതേ അനുഭവം ഇതിൽ നിന്നുണ്ടാകും. തിരുവനന്തപുരം ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ വരെയാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. വിതുരയിൽ എത്തിയിട്ട് വേണം പൊന്മുടിയിലേക്ക് പോകാൻ. നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. എങ്കിലും നമ്മുടെ ഇടുക്കി പ്രദേശത്തെ പോലെ നല്ല കാലാവസ്ഥയാണെന്ന് പറയാൻ പറ്റില്ല. പൊന്മുടിയിൽ പോയാൽ വളരെയേറെ ന്യൂനതകൾ ഉണ്ട്. അവിടെ എത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വളരെ ഫോറസ്റ്റ് ചെക്കിങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. മദ്യം കൊണ്ടുപോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഫോറസ്റ്റുകാർ അത് അനുവദിക്കത്തില്ല. അവിടെ ചെന്നാൽ താമസിക്കുന്നതിനും ബുദ്ധിമുട്ടാണ്. നേരത്തെ ബുക്ക് ചെയ്ത് ഒക്കെ താമസിക്കാൻ പറ്റും. അവിടെ എത്തിക്കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല. പെട്ടുപോകും. ഒരു പ്രാവശ്യം പൊന്മുടിയിൽ പോകാം എന്നതിനുപരി പൊന്മുടി അത്ര മനോഹാരിതയുള്ള സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ചെറിയൊരു സ്ഥലം അവിടമായിട്ട് ഒതുങ്ങും. 1-2 പ്രാവശ്യം പോകാം. പിന്നെ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം, തണുപ്പുള്ള ഒരു സ്ഥലം. ഞങ്ങൾ പത്തനംതിട്ട വക്കീലന്മാരുടെ ഈ അടിച്ചുപൊളി യാത്ര കാണുക. പ്രായം മറന്ന്, പ്രായഭേദം മറന്ന് ഉത്സാഹമായി, ഉത്സവമായി ഞങ്ങൾ കൊണ്ടാടി. ഇത് വരുന്ന തലമുറയ്ക്കും ഇപ്പോഴുള്ള തലമുറയ്ക്കും ഒരു ഓർമ്മയായി ഇരിക്കട്ടെ. നന്ദി, നമസ്കാരം. കാണുക വീഡിയോ. എല്ലാവരും വീഡിയോ എന്തെങ്കിലുമൊക്കെ പറ. അസോസിയേഷന്റെ ഭാഗത്ത് ചില വീഴ്ചകളുണ്ട്. മനസ്സാർ ഞങ്ങളുടെ മുത്താണ്, ശർക്കരയാണ്, ചങ്കാണ്, ചങ്കിടിപ്പാണ്. കണ്ടില്ല മോളെ, ഞാൻ കണ്ടില്ലടി. പിടിക്കാന്ന് സജീവൻ ഭയങ്കര വീഡിയോഗ്രാഫ് ഫോട്ടോ. അദ്ദേഹത്തിന്റെ ഫോണ് ഞാൻ ഇടയ്ക്കൂടെ വീഡിയോ ആണോ സാറേ? Ready? 1, 2, 3.
മൂന്നാം നമ്പർ വണ്ടിയിലെ ആൾക്കാരാണ്. ആർക്കെ മൂന്നാം നമ്പർ വണ്ടി ഞങ്ങളുടെ മൂന്നാം നമ്പർ വണ്ടിയിലെ ഇങ്ങോട്ട് നോക്കിയോ. Listen. Hi, sir. Hi. Hi. ഞാനൊരു ഹൈക്കോടതിയിൽ ഒരു കേസ് ഈ ഫിലിപ്പ് സാറുണ്ട് ശനിയാഴ്ച വെള്ളിയാഴ്ച ഈ വണ്ടി നയിക്കുന്നത് ഞാനാണ്. വളരെ ഡാൻസ് തുടങ്ങാണ്. ഇപ്പം ഡാൻസ് തുടങ്ങാം. എനിക്ക് വയ്യ. വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങള് അന്താക്ഷരി കളിക്കാൻ പോവാണ്. ആരാ തുടങ്ങുന്നേ? അന്താക്ഷരി ആരാ തുടങ്ങുന്നേ? 2 ഗ്രൂപ്പാണ്. അവന് ഇഷ്ടം പോലെ പാട്ടറിയാം. അത്ര പറ്റും. പട്ടക്കറുപ്പ് പൊട്ടി വെച്ച സാരപ്പാമ്പ് ഇത് പവച്ച നക്ഷത്ര പൊട്ടി വെച്ച കരുമ്പൂരിന്റെ നീവച്ച ഇഞ്ചി വെട്ടി കണ്ണോ വെച്ച മാറ്റുണ്ട് വെക്കോ വെച്ച നെറ്റിപ്പൊട്ടിൽ നിന്ന് തൂക്കിപ്പൊട്ട് പോലെ വെച്ച മണ്ണ സുത്തപ്പൊട്ട് ഉറ മാറ്റ കണ്ണ് പൊട്ട് വന്ന നീന് തെറ്റുപൊല്ലു ഉറട്ടിന് ഉച്ചിക്കൊട്ട് നിറട്ടിന് പട്ടിന് പത്തിയ ഉച്ച തട്ടം വള രഞ്ജിതമേ 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 മനസ്സ് കലക്കും മന്ദിരമേ രഞ്ജിതമേ മുന്ന ഓടടി വലിക്ക കൊഞ്ചനമേ അടി രഞ്ജിതമേ മനസ്സ് കലക്കും മന്ദിരമേ രഞ്ജിതമേ മുന്ന ഓടടി വലിക്ക കൊഞ്ചനമേ ഞാനും എൻ്റെ ഗുരു അജിൽ വി രാജനും കൂടെ പൊന്മുടിക്ക് പോവാണ്. മാർഗദർശൻ ടൂറാണ്. എൻ്റെ ഒരേ ഒരു ഗുരുവാണ്. ഞാൻ കണ്ട എല്ലാം പഠിക്കുന്നത്. പറഞ്ഞത് എന്നെ ഗുരു എന്നാണ് വിളിക്കുന്നത്. എന്നെ കളിയാക്കാൻ വേണ്ടി വിളിക്കുന്നത്. ഞങ്ങൾ രാവിലെ 7:30 പത്തനംതിട്ടയിൽ നിന്ന് യാത്ര തിരിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊട്ടാരക്കര നിന്നാണ് കഴിച്ചത്. അതിനുശേഷം ഇവിടെ എത്തി. ഇവിടെ KTDCയുടെ റെസ്റ്റോറൻറ്റിൽ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ പൊന്മുടി വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്നത്. വ്യൂ പോയിൻ്റ് അവിടുന്ന് 1.5-2 കിലോമീറ്റർ മുകളിലായിട്ടാണ്. അവിടെയാണ് കാഴ്ചകളുള്ള സ്ഥലം. ഇവിടെ എല്ലാവരും ഉച്ചയ്ക്ക് ബിരിയാണിയായിരുന്നു. എല്ലാവരും ബിരിയാണി മൂക്കുമുട്ട കഴിച്ചിട്ടുണ്ട്. അത്ര രുചികരമൊന്നുമല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആഹാരം വളരെ മോശമാണ്. KTDCയുടെ ആഹാരം കഴിക്കാം, വേറെ ഒരു ചോയ്സ് ഇല്ല.
ഇത് കിട്ടിയില്ലേ? അങ്ങനെടുത്ത പിണക്കം ഇത് പിടിച്ചെടുത്തേക്കാണോ? കാശ് കൊടുക്കാത്ത എന്നിട്ട് ബില്ല് കൊടുക്കണം. ഫോട്ടോ എടുക്കുമല്ലേ? പെപ്സി ഒന്നും മതി സാധനം ഞങ്ങൾക്ക് എനിക്ക് പേടിയാണ് കാണുന്നത്. ആകെപ്പാട് 1600 രൂപ അടച്ചു. പെണ്ണുമ്പിള്ളയും കൊണ്ടേക്ക് പോകുന്നു. ഇതാണ് 1600 രൂപയുടെ അത് മോശമായി പോട്ടോ. എന്നിട്ട് അഞ്ച് ഐസ്ക്രീം 5 ഐസ്ക്രീം വീട്ടിൽ ഞാൻ ഇവരെ കൊണ്ടുവരുന്നില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. അല്ലെ ഞാൻ കൊണ്ടുവന്നേ. ഹായ് സാറേ. ഹായ്. കഴിച്ചോ? പിന്നെന്താ? പത്തനംതിട്ടയിലെ ഏറ്റവും പുലിയായിട്ടുള്ള വക്കീൽ കണ്ടുവരുന്നു. പുള്ളിപ്പുലിയുടെ ഇതൊക്കെ ഇട്ട് അതാണ് പുലി എന്ന് പറയുന്നത്. ആ വീഡിയോ തന്നെ എടുക്കുക. തോമസ് മാത്യു എടുത്ത് സാറ് എല്ലായിടത്തും കയറി. എന്തായാലും നിങ്ങളൊക്കെ ചത്തിട്ട് ഞാൻ ചാവും. അത് കുഴപ്പമില്ല. സാർ പേടിക്കും. എല്ലാ സുന്ദരന്മാരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുക. സുന്ദരന്മാരാ, എല്ലാം സുന്ദരന്മാരാ, എല്ലാം സുന്ദരന്മാരാ. കണ്ടോ, മൊത്തം സുന്ദരന്മാരാ, ഗ്ലാമർ താരങ്ങളാണ് എല്ലാവരും. കണ്ടോ, പൊന്മുടി. ഇത് ഫാമിലി കോടതിയിലെ പുലിക്കുട്ടി എന്ന് പറയും. ഫാമിലി കോടതിയിലെ ഏറ്റവും പ്രഗത്ഭയായ അഭിഭാഷക. ഫാമിലി കോടതി മാത്രമല്ല, ഏത് കോടതിയിൽ ഗർജിക്കുന്ന സിംഹിണി. സിംഹിണി സിംഹിണി സിംഹിണിക്ക് അങ്ങനെ എന്തോ ഇംഗ്ലീഷിൽ എന്തുവാടാ? ലയണസ്. കബ് വന്നിട്ടുണ്ട്. കബ് ഇതാന്ന് വെച്ച് കഴിഞ്ഞാല് പറയാൻ പറ്റത്തില്ല. വേഴ്സറ്റൈൽ ജീനിയസ്. ബഹുമുഖ പ്രതിഭ. ബഹുമുഖ പ്രതിഭ. പത്തനംതിട്ട കോടതികളിലെ എല്ലാവർക്കും അസൂയുള്ള ഒരേ ഒരു വക്കീൽ. ചാമിങ് അഡ്വക്കേറ്റ്. അതാണ് സ്ത്രീകളുടെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഇങ്ങനെ പിന്നാലെ ആരാധിച്ച് നടക്കുക. ആയിരക്കണക്കിനുള്ളത് കൊണ്ട് ഒരെണ്ണത്തിനെ സെലക്ട് ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. ഇപ്പം 31 വയസ്സാണെങ്കിൽ പെണ്ണ് കിട്ടാതെ അലയുന്ന പാവം പിടിച്ച എന്നാ ഒരുപാട് ആരാധികമാരുള്ള മുതുക്കികളോ മൊത്തം ആരാധന. അത് നിങ്ങളൊക്കെ ഉദ്ദേശിച്ചാ പറഞ്ഞേ? അല്ലല്ല, മുതുക്കികളൊന്നുമില്ല. നല്ലൊരു പെങ്കുച്ചിനെ കിട്ടുമെന്ന് ആ പ്രതീക്ഷയിലാണ് നടക്കുന്നത്. അടുത്ത ടൂറിന് ചിലപ്പോ മജിലും വൈഫും കൂടെ കാണും. അല്ലേ? എല്ലാ പുതുവർഷങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്കിതൊന്നും വിശ്വാസയോഗ്യമല്ല. പറയാൻ പറ്റത്തില്ല, പെട്ടെന്നായിരിക്കും ചിലപ്പോ. ഞങ്ങൾ എന്നും പോലും കെട്ടിക്കാൻ നിൽക്കുകയാണ്. ഞാൻ ശശിയെ ശ്രമിച്ചിട്ടൊന്നും നടക്കുന്നിറങ്ങി നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് പിന്നെ കല്യാണം കഴിക്കാതെ നടക്കുന്ന നമുക്ക് ഒരു സന്തോഷം. ഇത് സ്വതന്ത്രമായിട്ട് നടക്കാമല്ലോ. കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ് പറയുന്നത്. അത് എന്നെ ഞാൻ ഫ്രീ ആയി. അല്ല, കല്യാണം കഴിച്ചൊരു വ്യക്തി പറയാണ് കല്യാണം കഴിക്കാതെ ഇരിക്കുന്ന ഒരാളെ കണ്ടിട്ട് സന്തോഷം തോന്നുന്നു. അതെ, കാരണം അവനങ്ങനെ സന്തോഷിക്കണ്ട. അതിനെന്തായാലും നല്ലൊരു സംഭാഷണമായിരുന്നു. വേണ്ട, 2 കൊച്ചു പുലിക്കുട്ടികൾ. മോളെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മോളെ
9 ഇവിടെ ഇവിടെ ഭയങ്കര ഇൻട്രൊഡക്ഷൻ ഒക്കെ നടത്തി ഓരോ അഡ്വക്കേറ്റ്സിനെ കുറിച്ച്. ഏറ്റവും വലിയ ലാൻഡ് ലോഡാണ് പത്തനംതിട്ടയിലെ മേടിക്കുന്ന തൊട്ടപ്പുറത്തെ ആ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് അല്ല, പിന്നെ സ്റ്റേഡിയവും ട്രാഫിക് ദരിദ്രനായ പണക്കാരൻ. അതാണ് അയ്യോ, ദരിദ്രനായ പണക്കാരൻ. സ്റ്റേഡിയവും പിന്നെ ഇത് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ കിട്ടി. ഗാന്ധി പ്രതിമ കൊടുത്തോ? ആ ഗാന്ധിപുരത്ത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡോ? റെഡ് ബസ്റ്റാൻഡ് ഏകദേശം പകുതി അവിടെ ഉണ്ടാക്കുന്നത്. ആ താങ്ക് യു. അന്നേരം എന്തായാലും ഇത് എല്ലാം പരസ്യം ചെയ്യും കേട്ടോ. പരസ്യം ചെയ്യേ. ഊത്ത ഫ്രണ്ട്സ് ഊത്ത് തുടങ്ങി. ഫ്രണ്ട്സ് ഊത്ത് തുടങ്ങി. കഴിഞ്ഞോ? സോറി. ഒരു പാട്ട് ഇടാമെങ്കിൽ ഞാനും പത്തനംതിട്ട കോടതിയിലെ പുലിക്കുട്ടികളാണ് ഇരിക്കുന്നത്. കേട്ടോ, പുലിക്കുട്ടൻ സുനിൽലാൽ, മലയാളപ്പുഴയിലെ പുലി നായകൻ. രാവിലെ നടക്കാൻ പോകും, ഇടയ്ക്കിടയ്ക്കാണ് പുള്ളിയെ കാണത്തില്ല. ഹൈക്കോടതിയിലെ പ്രഗത്ഭനായ അഡ്വക്കേറ്റ്. ഇത് ആഷ്ലി സ്ത്രീകളുടെ അസോസിയേഷന്റെ മതിയടാ. മാസ ശമ്പളത്തിലാണ് ഇയാളെ പിന്നെ കോടതിയിൽ പോയ മുന്നത്തെ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. മനസ്സാറാണ് നമ്മുടെ പ്രധാനപ്പെട്ട മാത്രം മോശമുണ്ട്. എല്ലാ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയിരിക്കുന്നുണ്ട്. ഇത് ബാർ അസോസിയേഷൻ പ്രസിഡന്റ്, നിയുക്ത പ്രസിഡന്റ്. സാറിന് ട്രിപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിയുക്ത പ്രസിഡന്റ് അതെ. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ്, അവസാനത്തെ പ്രസിഡന്റ്. പിരിച്ചുവിടുവാ. ഇത് സീനിയർ മോസ്റ്റ് അജയ് ഭാസ്കർ സാറിന്റെ പൊന്മുടിയെ കുറിച്ച്. എന്റെ സവാടിയല്ലേ? ആ ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ഒരു കട്ടിലേക്കാണ്. ഈ പ്രസിഡന്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ അത്രയ്ക്ക് ക്ഷമയും സഹിഷ്ണുതയും ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ ഞാൻ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ മനു എന്ന് പറയുന്ന മഹാൻ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ബാർ ഐശ്വര്യം. നിനക്കൊരു വലിയ ഭാവിയുണ്ട്. That was wonderful. Yes. വായിച്ചേ. നല്ല ഊത്തൻ. ഇതിലൊരു ഭാവിയുണ്ട്. ഊത്തിലൊരു ഭാവിയുണ്ട്. ഇത്രയും നേരം പ്രിൻസ് ഊതിയിട്ടേ ഇങ്ങനെ ഈ വലിച്ചു നീട്ടും. പല ആംഗിൾ ഊതും പുള്ളി. ടൂറിനെ പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം? AK സതീഷ് സാർ. നല്ല അഭിപ്രായം. സുന്ദരമായിട്ടുള്ള അഭിപ്രായം. സുന്ദരമായിട്ടുള്ള അഭിപ്രായം. എടുക്കുന്ന ആള് സുന്ദരനാണ്, കാണുന്ന ആൾ അതിന് സുന്ദരനാണ്. അതെ. സാർ എന്താ പറയുക സാറേ? എല്ലാ സുന്ദരമായ ഫോട്ടോഗ്രാഫർ, സുന്ദരമായ സ്ഥലം. നിങ്ങളൊക്കെ എന്താ വിഷമിച്ച് വന്നിരിക്കുന്നത്? മരണം വീട്ടിൽ നിൽക്കുന്നിട്ട്. മനസ്സിലാകാൻ എന്തോ എന്റെ കുളത്തിൽ കുളിക്കാൻ വരുന്നോ? പിന്നെ കുളിച്ചേക്കാം.
നമസ്കാരം. ഇവനാണ് താരം സുജിത് ഭക്തൻ. നമ്മുടെ പഴയ സെക്രട്ടറിയാ, പഴയ സെക്രട്ടറി. അങ്ങോട്ടോ അതോ കൊല്ലത്തെ സെക്രട്ടറി. ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവാ. എന്താ പ്രായാധിക്യം ബാധിച്ച അവസ്ഥ. മുതുകനായി, പണ്ടേ മുതുകനായി. ജന്മന വാർദ്ധക്യം മതി, അകാല വാർദ്ധക്യം. KTDCയുടെ റെസ്റ്റോറൻറ്റിൽ നിന്നും
ഉച്ചയാഹാരം കഴിച്ച് ഞങ്ങൾ പൊന്മുടിയുടെ ഏറ്റവും പ്രധാനമായ വ്യൂ പോയിന്റിൽ ടോപ്പ് സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചു. അവിടെയാണ് ദൃശ്യങ്ങളൊക്കെ ഉള്ളത്. പൊന്മുടിയുടെ ടോപ്പ് സ്റ്റേഷനിൽ നല്ല കാലാവസ്ഥയുണ്ടെങ്കിൽ നല്ല ദൃശ്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ എപ്പോഴും മഞ്ഞ് മൂടിക്കിടക്കും. മഴ സമയത്ത് ഒരു കാഴ്ചയും കാണാൻ പറ്റില്ല. അവിടെ 3 ഭാഗത്താണ് നമുക്ക് നല്ല വ്യൂ ഉള്ളത്. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഇടതുവശത്ത് കാണുന്ന ഒരു പാറക്കെട്ട്, ഒരു കൂറ്റൻ പാറ, അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ നല്ല വ്യൂ ആണ്, നല്ല കാറ്റുമാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഡെക്കുള്ള മലയുണ്ട്, വ്യൂ പോയിന്റ്. അത് പക്ഷേ ആ ഡെക്ക് ഇപ്പം ആൾക്കാരെ കയറ്റുന്നില്ല, അടച്ചു വച്ചിരിക്കുകയാണ്. പിന്നെ തൊട്ടപ്പുറത്തുള്ള മല പോലീസിൻ്റെ വയർലെസ് റിപ്പീറ്റർ കേന്ദ്രമാണ്. അവിടെ നമുക്ക് മുകളിൽ പോയി നിൽക്കാം. അവിടെയും നല്ല കാറ്റ്, നല്ല വ്യൂ ആണ്. അങ്ങനെ 3 സ്ഥലങ്ങളാണ്. പിന്നെയും പല അവിടെ ചുറ്റും ഒക്കെ ഉള്ള മലകളിലൊക്കെ ആൾക്കാർ പോയി നിൽക്കുന്നുണ്ട്. ഒക്കെ നല്ല രസമാണ്. ഞങ്ങളിവിടെ വണ്ടി എത്തി. ഇനിയും കാഴ്ചകളിലേക്കാണ്. ആദ്യം കയറാൻ പോകുന്നത് ഈ പാറക്കെട്ടിലാണ്. അതിൽ കയറി നിന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഈ കയറുന്ന പാറ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സ്ലിപ്പ് ചെയ്യുന്ന പാറകളെ പോലെയല്ല, നല്ല ഗ്രിപ്പാണ്, നല്ല വരവര ഗ്രിപ്പാണ്. ആരും ശ്രദ്ധിച്ച് കാണത്തില്ല. മഴ സമയത്ത് പോലും ഇത് സ്ലിപ്പ് ചെയ്യില്ല. വരഞ്ഞിട്ടിരിക്കുന്നതിൻ്റെ കൂട്ട് നമ്മുടെ നല്ല ഗ്രിപ്പ് കിട്ടത്തക്ക ഉള്ള രീതിയിലുള്ള പാറയാണ്. ഇതിൻ്റെ മുകളിലേക്ക് കയറിയാൽ നല്ല വ്യൂ ആണ്, നല്ല രസകരമാണ്. ഇവിടെ കുറച്ച് നേരം ഞങ്ങൾ നിന്നു. അഡ്വക്കേറ്റ് സത്യാനന്ദ പണിക്കരും അഡ്വക്കേറ്റ് ജയവർമ്മയും ഒക്കെ ഇവിടെ നിന്ന് പാട്ടൊക്കെ പാടി. അതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തു. നല്ല രസമായിരുന്നു. നല്ല കാറ്റും നല്ല കുളിർമയുള്ള നല്ല അന്തരീക്ഷമാണ്. മഴയാണെങ്കിൽ ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല, ഈ വ്യൂ ഒന്നും കാണാൻ പറ്റത്തില്ല. ഒരിക്കൽ ഒരു 2-3 മാസത്തിന് മുമ്പ് ഞാനും ഭാര്യയും കൂടി ഇവിടെ വന്നിരുന്നു. അന്ന് നല്ല കോടയായിരുന്നു. അതുകൊണ്ട് ഈ ദൃശ്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. ഈ പാറപ്പുറത്ത് മാത്രം കയറി നിന്നിട്ട് ഞങ്ങൾ തിരികെ പോന്നു. ഇത്രയും ദൃശ്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഹിന്ദി സിനിമയിലെ ആക്ടർ. ഞാൻ ഹിന്ദി സിനിമയിലെ ആക്ടർ. पतंजलि बार एसोसिएशन का फाउंडर रंजीत साहब, एक्टर जैसे दिखता है, बहुत अच्छे से काम करता है। प्लस वो ही नहीं है एक्चुअली। इनको एक बार है ना मैं चार्ज भी किया और लड़के लोग इतना लाइन के पीछे पड़ जाते हैं, बढ़ते हैं लोग, बढ़ते हैं इनके पीछे। वैसे भी बार एसोसिएशन पीछे पड़ जाते हैं।
അഗ്രപാളികളിൽ നമ്മുടെ കോടതിയിലെ ഒരേ ഒരു രാജാവ് ഉടവാളും ചെങ്കോലും ഒക്കെ ഉള്ള രാജാവ്. രാജ്യമില്ല, ഭരണവുമില്ല, സിംഹാസനം എല്ലാം അടിച്ചോണ്ട് പോയി. അന്നേരം എന്നാലും ഇപ്പൊ ഉടവാളുമില്ല, ചെങ്കോലുമില്ല, ഈ സിംഹാസനവുമില്ല, രാജ്യവുമില്ല, പ്രജകളുമില്ല. പ്രജകൾ നമ്മളെ അനുസരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കോന്നിയിലെ ചില ആളുകളെ ഉള്ളു അനുസരിക്കണം. നിങ്ങൾ ഈ സാറിനെ പറ്റി സാറ് പറഞ്ഞ കേട്ടോ? സാറ് നല്ല ആസ്വദിക്കാനുള്ള ആളല്ലേ. ഒരുപാട് ക്ലിക്ക് ചെയ്യുന്ന ആളാണ്. ഇത് നന്നായി ക്ലിക്ക് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്ലിക്ക് ആക്കിയേക്കാം. സത്യാനന്ദ പണിക്കർ സാറ് ഒരു പാട്ട് പാടും. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ വർണ്ണസുരഭിയ ഭൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ടോ, വർണ്ണങ്ങളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, സ്വർണ്ണമരാളങ്ങളുണ്ടോ, വസുന്ധരേ വസുന്ധരേ, മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടോ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ, ഈ നിത്യഹരിതയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ, സ്വപ്നങ്ങളുണ്ടോ, ചന്ദ്രികയുണ്ടോ, സ്വർണ്ണമരാളങ്ങളുണ്ടോ, വസുന്ധരേ വസുന്ധരേ, മതിയാകും വരെ ഇവിടെ പ്രേമിച്ചു മരിച്ചവരുണ്ടോ. ആഹാ 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 ആ, ചാർത്തിയുറങ്ങും തീരം,
ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ നമുക്കൊരു ജന്മം കൂടി, ഇനിയൊരു ജന്മം കൂടി. അടുത്ത കൊല്ലം വരാം. ജില്ലാ ബാർ അസോസിയേഷന്റെ ഏകദിന പിക്നിക് പരിപാടിയുടെ ഭാഗമായി പൊന്മുടിയിലെത്തിയിരിക്കുന്ന അഭിഭാഷക സുഹൃത്തുക്കളോടൊപ്പം യുവ കലാകാരനായ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ നാടിനെ ശബ്ദം കൊണ്ട് ശ്രദ്ധ ആകർഷിക്കപ്പെട്ട കലാകാരൻ കൂടിയായ കാതികൻ നമ്മുടെ സത്യാനന്ദ പണിക്കർ ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നു മിണ്ടുകില്ലേ. മഞ്ഞിക്ക വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നു മിണ്ടുകില്ലേ. എൻ മുഖം കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം. എൻ മുഖം കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം. എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കിലും എന്തിനാണീ മൗനം. എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കിലും എന്തിനാണീ മൗനം. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ മീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നു മിണ്ടുകില്ലേ. മഞ്ഞു കൊഴിഞ്ഞല്ലോ മാമ്പൂ പൊഴിഞ്ഞല്ലോ പിന്നെയും പൊൻവെയിൽ വന്നല്ലോ. മഞ്ഞു പൊഴിഞ്ഞല്ലോ മാമ്പൂ കൊഴിഞ്ഞല്ലോ പിന്നെയും പൊൻവെയിൽ വന്നല്ലോ. നിന്നുഹത്തന്ന മറഞ്ഞൊര പുഞ്ചിരി എന്നിനി കാണും ഞാൻ. നിൻമുഖത്തന്ന മറഞ്ഞൊര പുഞ്ചിരി എന്നിനി കാണും ഞാൻ. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണ വീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നു മിണ്ടുകില്ലേ. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ നിന്റെ അരഞ്ഞണച്ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ അനങ്കമന്ത്രമുണ്ടോ. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ മുങ്ങിപ്പിഴിയാത്ത ചേലയും ചുറ്റി നീ മുടിയുലമ്പിക്കൊണ്ടു നിന്നപ്പോ ഇന്നു മുഖമൊന്നുയർത്താതെ മുങ്ങുമ്പോൾ പത്മതീർത്ഥത്തിലെ പാതി വിരിഞ്ഞൊരു പവിഴത്താമര ആയിരുന്നു. കടവിൽ വന്നൊരു നുള്ളു തരാനെൻ്റെ
കൈതരിച്ചു കൈതരിച്ചു തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ പുലരി പൂമുഖ മുറ്റത്തു കാലത്തു പുറംതിരിഞ്ഞിന്നു നീ നിന്നപ്പോഴിന്നു അരിപ്പൊടിക്കോലങ്ങൾ എഴുതുമ്പോൾ നിത്യരോമാഞ്ചങ്ങൾ കുത്തുന്ന കുമ്പിളിൽ നിറയെ ദാഹങ്ങളായിരുന്നു. ഒരു പൂണൂലായി പറ്റിക്കിടക്കാൻ ഞാൻ ആഗ്രഹിച്ചു തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ നിന്റെ അരഞ്ഞണ ചരിടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ അനങ്ക മന്ത്രമുണ്ടോ? ഇനി അടുത്ത കാഴ്ച സ്ഥലത്തേക്കാണ് പോകുന്നത്. കാണുക. എങ്ങനെയുണ്ട് അവിടെ? ഇനി ഞങ്ങൾ പോകുന്നത് ഡെക്കൊള്ള മല ഇടത് സൈഡിലും പോലീസിൻ്റെ വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ വലത്ത് സൈഡുമായിട്ടുള്ള 2 വ്യൂ പോയിന്റുകളാണ്. ഇന്ന് ധാരാളം ആൾക്കാരുണ്ട്. അവധി ദിവസമാണ്, മന്നം ജയന്തി ആയതുകൊണ്ട്, പൊതു അവധി ആയതുകൊണ്ട് ധാരാളം സന്ദർശകർ ഇവിടെയുണ്ട്. നല്ല രസമാണ്, നല്ല കാറ്റ്. ഇവിടുത്തെ പുല്ലുകൾ ഇങ്ങനെ കാറ്റിൽ പാറിപ്പറക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇത് പ്രത്യേക തരം പുല്ലുകളാണ് ഉള്ളത്. ആ കാണുന്നതാണ് ഡെക്കൊള്ള മല. വളരെ റഫായിട്ടുള്ള കയറ്റമാണ്. കല്ലുകളിൽ കാല് വഴുതാൻ നല്ല സാധ്യതയുണ്ട്. ബാലൻസ് കിട്ടില്ല. ഹൈക്കിംഗ് സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് ഈ മല കയറാൻ. അങ്ങനെ ഞാൻ മുകളിലെത്തി. അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ പിടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ വയർലെസ് റിപ്പീറ്റഡ്
സ്റ്റേഷനിലേക്കാണ് പോയതാണ്. ഇത് ഈ ഡെക്ക് എല്ലാം അടച്ചിട്ടേക്കാണ്. ദുർബലമായതുകൊണ്ടായിരിക്കാം, അപകടമുണ്ടാകും എന്നുള്ളത് കൊണ്ടായിരിക്കാം അടച്ചിട്ടിരിക്കുന്നത്. ഞങ്ങൾ അവിടെ പോയി ഇനി ഇങ്ങോട്ട്. കേരള പോലീസ് വയർലെസ്
റിപ്പീറ്റർ സ്റ്റേഷൻ. ഇത് കേരള പോലീസിൻ്റെ ആദ്യകാല പഴയ വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷനാണ്. ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി അപ്പുറത്ത് ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്, പുതിയ കെട്ടിടത്തിൽ. ഇത് തകര ഷീറ്റ് കൊണ്ട്, ഇരുമ്പ് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൂടാരമാണ്. ഇത് മാറ്റിയിട്ട്, ഇത് ഉണ്ടാക്കിയിട്ട് വളരെ വർഷങ്ങളായിട്ടുണ്ട്. അതിൻ്റെ ആ പഴക്കം, ആ തുരുമ്പിൽ നിന്നൊക്കെ പഴക്കം മനസ്സിലാവും. ദിനേശ് ബി പൊന്മുടിയിൽ വന്ന ഒരു കൂടാരത്തിനകത്ത് കയറി വെളിയിൽ ഇറങ്ങി റിമാൻഡിലായ മുൻ സെക്രട്ടറി, അസോസിയേഷന്റെ മുൻ സെക്രട്ടറി ദിനേശ് ബി ഇതാണ് വക്കാലത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. വേറെ ആരും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണോ? തൊഴി അടി വല്ല കിട്ടിയോ? തൊഴി അടി വല്ല കിട്ടിയോ? ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലവും നിന്ന പാറയുമൊക്കെയാണ് ആ ദൂരെ കാണുന്നത്. ഞങ്ങളുടെ വണ്ടിയൊക്കെ കിടക്കുന്നത് ഈ ഭാഗത്താണ്. ആ പാറയേക്കാൾ ഉയരത്തിലാണ് വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ. നല്ല ഭംഗിയുണ്ട്. ഈ കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇപ്പം കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റത്തില്ല. കോടമഞ്ഞ് കൊണ്ട് മൂടിയിരിക്കും. ആ കാണുന്നതാണ് ഡെക്കുള്ള ഞങ്ങൾ കയറിയ മല. ആൾക്കാർ കയറുന്നതല്ല, സൂം ചെയ്തുള്ള ദൃശ്യമാണ്. ഞങ്ങൾ താഴെ ഇറങ്ങി ഇനി അടുത്ത വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. അത് നിരപ്പായ ഒരു സ്ഥലമാണ്. ഇവിടെ കയറി ഇവിടെ കയറി ഇനി ഇങ്ങോട്ട് അവിടെ നടന്നില്ല. ഞങ്ങളുടെ ചെറുപ്പക്കാർ ബാച്ചാണ്. ഞങ്ങൾ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവാണ്. പ്രകൃതി രമണീയമായ സ്ഥലം. ഓ, ഈ ഭാഗം എന്ത് രസം കൂടെ നോക്കി. അല്ല, ഈ ഭാഗം നോടെ ഈ
ചേർന്ന് നടന്നോരും പല പാലിക്കുന്നതയാവുന്നേ ചുട്ടുമെനിയുന്നേ നടന്നോരത്താരുമായുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാലിക്കുന്നതയാവുന്നേ ഓരം ചേർന്ന് നടന്നോരും പല പാലിക്കുന്നതയാവുന്നേ വൈഡായിട്ട് വൈഡ് ഒറ്റ പാട്ട് മതി. രംഗണ്ണൻ പാട്ട്
में जब ये गाना बजेगा on the floor आना पड़ेगा लोगी को उठाना पड़ेगा शर्त करके दिखाना पड़ेगा इसको में जब ये गाना बजेगा on the floor आना पड़ेगा लोगी को उठाना पड़ेगा शर्त करके दिखाना पड़ेगा തിരികെ യാത്രയിൽ ഞങ്ങൾ അത്താഴം കഴിച്ചത് കാർത്തിക റെസിഡൻസി, കാരേറ്റുള്ള കാർത്തിക റെസിഡൻസിയിലാണ്. നല്ല ആഹാരമായിരുന്നു. ആഹാരം കഴിച്ച് അർദ്ധരാത്രിയോടുകൂടി ഞങ്ങൾ വീട്ടിലെത്തി.